എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ക്രിസ്മസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഇനി ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. നമ്മുടെ ഗീവ് അവേ ഉണ്ട്. 31 വരെ നമുക്ക് നമ്മുടെ ഗീവ് അവേക്ക് അയച്ചു തരുന്ന സമയമുണ്ട്. അപ്പം ആരും മറക്കരുത്, ഡിസംബർ 31 വരെ സമയമുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യാത്തവർ അയച്ചു തരിക. എനിക്കൊന്ന് ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, മെയിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ കാണുന്നുമുണ്ട്. എനിക്കൊന്ന് റിപ്ലൈ തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് കുറച്ച് റിപ്ലൈ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ തരാം. അപ്പോൾ എല്ലാവരും അയയ്ക്കുക, നല്ല ഭംഗിയാക്കുക കാർഡുകൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബോട്ടിൽ ആദ്യം തന്നെ ഞാനൊന്ന് ബേസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോം മെയ്ഡ് ജെസ്സോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു ബേസ് കോട്ട് കൊടുക്കുക. 1-2 കോട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് അക്രിലിക് പെയിൻ്റാണ് എല്ലാവരുടെയും കയ്യിലുള്ളതെന്ന് അറിയാം. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ചോക്ക് പെയിൻറ്റ് കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ചോക്ക് പെയിൻറ്റ് ഒരു ബ്ലൂ കളർ കൊടുത്തു. അതിന് പകരം അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന് ഒരു തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. തേയിലപ്പൊടിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് സിൽവർ കളറാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഉള്ള ഏത് പാക്കറ്റും നമുക്ക് എടുക്കാം. ബിസ്ക്കറ്റ് കവർ കൂടുതലായിട്ടുണ്ടാവും, അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാനൊന്ന് സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1, 2, ഇനി മൂന്നാമത് അതൊരു കോൺ ഷേപ്പിലാക്കി മടക്കുക. 3 മടക്ക് ഞാൻ 2 മടക്ക് ഞാൻ സ്ക്വയർ രീതിയിൽ മടക്കി, മൂന്നാമത് അത് കോൺ ഷേപ്പാക്കി. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിലായിട്ട് ഇതുപോലെ കോൺ ഷേപ്പാക്കിയതിന് ശേഷം, ഇതിപ്പോൾ ഇത്തിരി വലിപ്പത്തിൽ ഞാൻ മടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി വലിപ്പത്തിൽ മടക്കിയെടുക്കാം. അപ്പോൾ കോൺ ഷേപ്പ് ഇതുപോലെ എടുത്തിട്ട് 2 സൈഡിലായിട്ട് ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ, ഫ്ലവർ ആക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് ഈ ഒരു ഫ്ലവർ. ഈസി ഫ്ലവറാണ്, വലിയ പാടൊന്നും ഇല്ലാത്ത ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ 2 സൈഡിലും ഞാൻ കട്ട് ചെയ്ത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് തുറക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടി. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഇത് ഒരു 3 എണ്ണം ഉണ്ടാക്കണം, ചെറുതും വലുതുമായിട്ട്. 3-4 ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് ചെറുതും വലുതുമായിട്ട് ഇരിക്കണം. അപ്പോൾ അതുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും, പെട്ടെന്ന് അഭിപ്രായങ്ങൾ അറിയിക്കാൻ പറ്റും. അതാണ് എൻ്റെ എനർജി. അപ്പോൾ അത് അറിയിക്കാം. പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്ന വർക്കുകൾ, നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്ന വർക്കുകൾ നമ്മുടെ ഇൻസ്റ്റയിലൂടെയോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മെയിൽ ID ഉണ്ടല്ലോ, അതിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു 3 എണ്ണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 3 എണ്ണം വേണം, എന്നാലേ കാണാനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫ്ലവറായി. ഇനി നമുക്ക് ആ ബോട്ടിലോട്ട് നമുക്ക് കുറച്ച് സിൽവർ പേപ്പർ, അതായത് ആ പേപ്പർ ഒന്ന് ചെറിയ ട്രയാങ്കിൾസ് ആക്കണം. കുഞ്ഞു ട്രയാങ്കിൾ മതി, നമുക്ക് വലുത് വേണ്ട. എല്ലായിടവും കുപ്പി മൊത്തത്തിൽ നമ്മൾ ഒട്ടിക്കുന്നില്ല. നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗം മാത്രം ഒരു കുഞ്ഞു ഡോട്ടായിട്ട് ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ട്രയാങ്കിളായിട്ടോ ഞാൻ കട്ട് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ആ ഫ്ലവർ കൂട്ടി ഒരുമിച്ച് ഒട്ടിക്കണമല്ലോ. അപ്പോൾ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ആ ഫ്ലവേഴ്സ് എല്ലാം ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കും, ഒന്നിന് മുകളിലായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ ചെറുതായിട്ടൊന്ന് ചുരുണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ചെറിയ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ച് ബലത്തിലിരുന്നോളും. അപ്പോൾ ഞാൻ ആ ട്രയാങ്കിളിനും ഈ ഫ്ലവറിന് ഔട്ട്ലൈനായിട്ട് 3D ഔട്ട്ലൈനർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ നമുക്ക് ഓഫായി പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്. അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, അതിലൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ചണച്ചരട് വെച്ച് താഴെയും മുകളിലുമായിട്ട് കെട്ടിക്കൊടുക്കുന്നു. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്കും പെയിൻറ്റിങ് ചെയ്യാത്ത ബോട്ടിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബട്ടനും കൂടെ നമുക്ക് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്, അതിന് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഫെവി ബോണ്ടായിട്ടോ എടുത്തത്. അപ്പോൾ ബട്ടനും ഒട്ടിച്ചു വെച്ചു. ബട്ടന് പകരം പേൾ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന്. കളർ കോമ്പിനേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.